ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ കെ.എൻ. ഉണ്ണികൃഷ്ണൻ MLA, ശ്രീമതി നീതു കുമാരി പ്രസാദ് IAS, ജോയിന്റ് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇവരാണ് എല്ലാവരെയും സഹായിക്കുന്നത്. കേരളത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ നീതു കുമാരനെ പോലെയുള്ള ഉദ്യോഗസ്ഥരാണ്. നമുക്കറിയാം, നമ്മുടെ മുതലപ്പുഴയിൽ ഞാൻ മന്ത്രിയായി കഴിഞ്ഞ് 11-ാം തീയതി ചാർജ് എടുക്കുന്ന 15-ന് അവിടെ ഒരു അപകടമുണ്ടായി. 20 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ കൊണ്ട് അവിടെ വരാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചത് ഇവരാണ്. അപ്പോൾ അവർക്കൊരു കൈകൊടി കൊടുക്കുന്നത് നല്ലതാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. ഈ കേരളത്തിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഡൽഹിയിൽ നിന്ന് വന്നതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഏതാണ്ട് തുല്യമായിട്ടുള്ള പോസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഫിഷറീസ് ഡയറക്ടർ ശ്രീമതി സൽസ സിനി IAS, അവർ ഇവിടുത്തെ നമ്മുടെ ഡയറക്ടറാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ്. ശ്രീമതി മിനി രാജു, ഞാറയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ശ്രീ നിബിൻ KS, പുഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ശ്രീമതി വാസന്തി സജീവ്, ഞാറയ്ക്കൽ പഞ്ചായത്ത് മെമ്പർ. ശ്രീമതി ദേവി ഷീജ കോഹൂർ, PMM-SY സ്റ്റേറ്റ് കോർഡിനേറ്റർ. ശ്രീ രമേശ് കെടി, റീജിയണൽ മാനേജർ KSC ADC എറണാകുളം. ശ്രീമതി ജയശ്രീ S, റീജിയണൽ എക്സിക്യൂട്ടീവ് മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡ് നിധി ബോർഡ്. അഡ്വക്കേറ്റ് KS ഷൈജു, BJP ജില്ലാ പ്രസിഡന്റ്. ഡോക്ടർ ആശ അഗസ്റ്റിൻ, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ മധ്യമേഖല എറണാകുളം. പ്രിയമുള്ള മത്സ്യ തൊഴിലാളികളെ, ഉദ്യോഗസ്ഥരെ, സഹോദരന്മാരെ, നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് പ്രധാനമായിട്ടും NFDP രജിസ്ട്രേഷന് വേണ്ടിയാണ്. അതായത് നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന രജിസ്ട്രേഷനാണ്. അത് ഇന്ത്യയിലെ മുഴുവൻ മത്സ്യ പ്രവർത്തകരെ, മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധമായിട്ട് മത്സ്യം വിൽക്കുന്നവർ, മത്സ്യ കർഷകർ, ഇവരെയെല്ലാം രജിസ്റ്റർ ചെയ്യുക. എങ്ങനെയാണോ നമ്മൾ കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അതുപോലെ പൈസ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും, ഇനി ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്കായിരിക്കും നൽകുക. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നമുക്കറിയാം, രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. കിസാൻ സമ്മാൻ നിധിയിൽ അന്ന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർ, വ്യത്യസ്തമായ കാരണങ്ങളാൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർ ഇപ്പം പറയാറുണ്ട് അത് ഓപ്പൺ ആവുന്നു, പെട്ടെന്ന് ക്ലോസ് ആവുന്നു എന്നൊക്കെ. കാരണം ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഒരു സാച്ചുറേഷൻ ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യും. ഇത് ആൾക്കാർ ദുരുപയോഗം ചെയ്യും. ഭാവിയിൽ ഈ മത്സ്യ മേഖലയിൽ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നത് ഇവരിലൂടെയായിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ആധാർ കാർഡ് വേണം, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം. നിങ്ങൾ ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഫോൺ വേണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അത് രജിസ്റ്റർ ചെയ്യാതിരിക്കരുത്. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് നിങ്ങൾ പറയണം. മുഴുവൻ മത്സ്യത്തൊഴിലാളികളും, മത്സ്യ കർഷകരും, മത്സ്യം വിൽക്കുന്നവർ, അത് ഈ സൈക്കിളിലായാലും അതുപോലെ തന്നെ സ്ത്രീകൾ കൊണ്ടു നടന്ന മത്സ്യ ഏരിയയിലൊക്കെ ചെയ്യുന്നവരെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇനി വരാൻ പോകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇവർക്ക് മാത്രമായിട്ടായിരിക്കും വരാൻ പോകുന്നത് എന്നതുകൊണ്ടാണ് ഞാനിത് നിരന്തരമായിട്ട് പറയുന്നത്. അപ്പോൾ അത് പറയുന്ന അവസരത്തിൽ നമുക്കറിയാം, ഇന്ന്
ലോകത്തിലെ രണ്ടാമത്തെ മത്സ്യ ഉൽപാദന രാജ്യമാണ് ഭാരതം. ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമാണ്. അങ്ങനെ ഈ ഉൽപാദനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷം 95 ലക്ഷം ടണ്ണായിരുന്നു നമ്മുടെ ഉൽപാദനമെങ്കിൽ ഇപ്പോഴത് 195 ലക്ഷം ടണ്ണായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളെപ്പോലെയുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണത്. ജനങ്ങൾ അധ്വാനിക്കുന്നത് കൊണ്ടാണ് രാജ്യം വളരുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത് ഇത് 140 കോടി ജനങ്ങളുടെ വിജയമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല, നമ്മുടെ കയറ്റുമതി 30,000 ടണ്ണായിരുന്നത് 60,000 ടണ്ണായിട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. അത് കുറയാനൊന്നും പോകുന്നില്ല. ആരുടെയും ഭീഷണിയുടെ മുമ്പിൽ തല കുനിക്കാനും പോകുന്നില്ല. അത് വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇനി ആർക്കെങ്കിലും റൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളിൽ ഇത് റൈസ് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ കൂടെ നമുക്ക് തന്നെ ചെയ്യാം. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇതിന് വിദഗ്ധര്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈസ് ചെയ്ത് തരും. മാത്രമല്ല, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വെക്കണം. അതാണ് ഈ കാര്യത്തില് ഐഡന്റിറ്റി കാർഡ്. അതാണ്. അപ്പൊ ഈ കിസാൻ പ്രൈം മിനിസ്റ്റർ മത്സ്യ സമ്പദ കൃഷി സമൃദ്ധി സഹയോജന 6000 കോടി രൂപയുടെ പദ്ധതിയാണ്. ആ പദ്ധതിയിലെ എല്ലാ കാര്യങ്ങൾക്കും നിർബന്ധമായിട്ട് ഇപ്പോഴും ഈ രജിസ്ട്രേഷൻ ആവശ്യമാണ്. നേരത്തെയുള്ള പദ്ധതികൾ ഇവിടെ പറഞ്ഞു. ബ്ലൂ റെവല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 5000 കോടിയുടെ നടപ്പിലാക്കി. PMMSY അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പാർട്ട് 2 അടുത്ത വർഷം തുടങ്ങും. 20,050 കോടി രൂപയാണ് അതിനു വേണ്ടി ചെലവഴിച്ചത്. വേറൊന്ന് FIDF 7,500 കോടി രൂപയാണ്. ഇപ്പോഴും അത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വന്നതാണ് ഈ സഹയോജന. അപ്പോൾ ഈ PMMSYയിലും എല്ലാ കാര്യങ്ങൾക്കും ഭാവിയിൽ ഇത് വേണ്ടിവരും. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാം. നമുക്കറിയാം 12 നോട്ടിക്കൽ മൈൽ അത് സംസ്ഥാനത്തിൻ്റെ അധീനതയിലാണ്. അവിടുത്തെ മത്സ്യബന്ധനത്തിൻ്റെ കാര്യമെല്ലാം തീരുമാനിക്കുന്നത് സംസ്ഥാനമാണ്. നമുക്ക് ടോട്ടൽ 200 നോട്ടിക്കൽ മൈല് നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണാണ്. അതിൽ 60 നോട്ടിക്കൽ മൈല് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. 60 നോട്ടിക്കൽ മൈല് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോഴും നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ നോട്ടിക്കൽ മൈല് കംപ്ലീറ്റ് 200 നമ്മൾ ഉപയോഗപ്പെടുത്തും. അതിനുവേണ്ടി ആധുനികമായിട്ടുള്ള വെസലുകൾ വേണം. ആ വെസലുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവരുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അല്ലെങ്കിൽ FFPO എന്ന് പറയും, ഫിഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ, അത് മുഖേനയാണ് അത് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റന്നാൾ മഹാരാഷ്ട്രയിൽ അവിടെയുള്ള വെസൽസ് ഈ രീതിയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കൊടുത്ത വെസൽസ് മറ്റന്നാൾ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ എക്കണോമിക് സോണിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഉള്ള ഈ കുറച്ച് മത്സ്യപ്രവർത്തകരല്ലാത്ത ഇടനിലക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ്സുകാർ, അവർ ക്രമേണ അവർ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അവർക്ക് മത്സ്യരംഗത്ത് നിന്ന് വേറെ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇതെല്ലാം മത്സ്യപ്രവർത്തകർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ എക്കണോമിക്സ്, നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അത് ഇതിൻ്റെ ഏതാണ്ട് ഞാൻ പറഞ്ഞ വെസൽസ്, കപ്പലുകൾ അങ്ങനെയുള്ളത് ഏതാണ്ട് ഇവർക്ക് വിതരണം ചെയ്തിട്ട് സാമ്പത്തിക സഹായവും അങ്ങനെയെല്ലാം ഇങ്ങനെയുള്ള സൊസൈറ്റികൾക്കും FFPOകൾക്കും
കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡീപ് സീയിലേക്ക് ആഴക്കടലിലേക്ക് പോവുകയാണ്. ആഴക്കടലിലാണ് ഈ വലിയ ശക്തികളൊക്കെ മീൻ പിടിക്കുന്ന സ്ഥലം. നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലേക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് ആരും കടന്നു വന്നിട്ടില്ല. കാരണം നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കപ്പലുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഇന്ത്യൻ നേവിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലേക്ക് ആരും ഇപ്പോൾ കടന്നു വരാൻ ധൈര്യപ്പെടാറില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ വർഷങ്ങളെടുക്കും, തീർച്ചയായിട്ടും ഒരു 3-4 വർഷം എടുക്കും. അപ്പോൾ ആഴക്കടലിലേക്ക് പോകുന്ന അവസരത്തിൽ ഇതിലും വലിയ കപ്പലുകൾ വേണ്ടി വരും. കാരണം പ്രോസസ്സിങ് അവിടെ തന്നെ ചെയ്യേണ്ടി വരും. വളരെ ദൂരെയാണ്, പ്രത്യേകിച്ച് ടൂണ പോലെയുള്ള മത്സ്യങ്ങൾ അപ്പോൾ തന്നെ പ്രോസസ്സ് ചെയ്യണം, എങ്കിലേ മാർക്കറ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ ക്രമേണ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യോൽപാദന രാജ്യമായിട്ട് ഭാരതം മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ നടപടിയാണ് ഈ രജിസ്ട്രേഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാവരും, നിങ്ങൾക്കറിയാവുന്ന എല്ലാ മത്സ്യപ്രവർത്തകരോടും ഇത് രജിസ്റ്റർ ചെയ്യാൻ പറയണം. ക്രമേണ ഇത് ഇപ്പോൾ ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ, ഒരു സ്കീം മാത്രമേ ഉള്ളൂ. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കുക എന്ന് പറയുന്ന 6000 കോടി രൂപയുടെ ഈ മത്സ്യ സമൃദ്ധി സഹയോജന എന്ന് പറയുന്ന പദ്ധതി ഭാവിയിൽ ഇതെല്ലാ പദ്ധതികളിലേക്കും വരും. അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഇതിനു വേണ്ടിയുള്ള അടിസ്ഥാന വികസനം. കാരണം നമ്മളിങ്ങനെ ഷിപ്പിങ്ങിനൊക്കെ പോകുന്ന അല്ലെങ്കിൽ വലിയ മീൻപിടുത്തത്തിന് പോകുന്ന അവസരത്തിൽ അതിനു വേണ്ടിയ അടിസ്ഥാന വികസനം നമ്മുടെ കരയിൽ ഉണ്ടാകണം. അതിനുവേണ്ടി കേരള സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, മുതലപ്പുഴയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ കേരള ഗവൺമെന്റ് കേന്ദ്ര സർക്കാരും കൂടെ അത് സഹകരിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് 177 കോടി രൂപയുടെയാണ് പദ്ധതി അവിടെ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ കാസർഗോഡ് നമ്മുടെ വിഷൻ ഹാർബർ, പൊന്നാനി, പുതിയാപ്പ, കൊയിലാണ്ടി, അതുപോലെ തന്നെ കായംകുളം, ചേറ്റുവ, പൊന്നാനി, ബേപ്പൂർ, പുതിയാപ്പ, കൊയിലാണ്ടി, ഇങ്ങനെയുള്ളതെല്ലാം കൂടാതെ നമ്മൾ അർച്ചക്കിലെ ഫിഷിംഗ് ഹാർബർ, അത് പുതിയ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ലോൺ സ്കീമാണ്. അത് ചെയ്യേണ്ടത് 5% നമുക്ക് നബാർഡ് ലോൺ തരും. അതിൽ 3% മിനിസ്ട്രി തരും, സെൻട്രൽ മിനിസ്ട്രി 3% തരും. 2% അത് ലോൺ എടുക്കേണ്ടിവർ ചെയ്യേണ്ടതുള്ളൂ. അത് ഫിഷിംഗ് ഹാർബർ അവർ ചെയ്യുന്നുണ്ട്. അത് പ്രൈവറ്റിന് കൊടുക്കണോ ഗവൺമെന്റ് തന്നെ ചെയ്യണോ എന്ന് കേരള സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ അർത്ഥങ്ങൾ ചെയ്തിട്ടുണ്ട്. 161 കോടി രൂപയുടെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഹാർബറുകൾ നമ്മൾ വികസിപ്പിക്കുന്നു. മാത്രമല്ല ഇവിടെ പറഞ്ഞതുപോലെ 9 ഇൻ്റഗ്രേറ്റഡ് കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജുകൾ, അതിൻ്റെ അകത്ത് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അത് 60% കേന്ദ്രത്തിൻ്റെയും 40% സംസ്ഥാനത്തിൻ്റെയുമാണ്. അതുകൂടാതെ ഈ ജില്ലയിൽ ഞാറയ്ക്കലും അതുപോലെ തന്നെ ഇടവനക്കാടും 2 പഞ്ചായത്തുകൾ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന വില്ലേജുകളായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2 കോടി രൂപ മുഴുവനായിട്ടും കേന്ദ്ര സർക്കാർ കൊടുക്കും. 100% കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അതിൻ്റെ അകത്ത് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമുണ്ടാകും. കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമുണ്ടാകും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ സൂര്യപ്രകാശത്തിൽ മീൻ ഉണക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകും. അതെല്ലാം മത്സ്യ കർഷകരെയും മത്സ്യ പ്രവർത്തകർക്ക് കൊടുക്കുകയാണ്. സൗജന്യമായിട്ടാണ് അതെല്ലാം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോണ്ടറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. എന്താണ് ട്രാൻസ്പോണ്ടർ? കഴിഞ്ഞ വർഷം, ഇതെല്ലാം നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് വേണ്ടിയുള്ളതാണ്, ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം കേന്ദ്ര ഫിഷറീസ് മിനിസ്ട്രി ISROയുമായിട്ട് എഗ്രിമെന്റ് വെച്ചു. സാറ്റലൈറ്റിൽ നിന്ന് നേരിട്ട് ഈ ട്രാൻസ്പോണ്ടറിലേക്ക് സിഗ്നൽ കിട്ടും. ട്രാൻസ്പോണ്ടർ 1,00,000 ബോട്ടുകളിൽ ഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ 1,00,000 ബോട്ടുകളിൽ ഘടിപ്പിക്കുകയാണ്. സൗജന്യമായിട്ടാണ് നൽകുന്നത്.
ഇവിടെ വിതരണം ചെയ്യുന്നില്ല. ഇവിടെ വിതരണം ചെയ്യുന്നില്ല. ഇവിടെയും അത് വിതരണം ചെയ്യുന്നുണ്ട് 3-4 അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൗജന്യമായിട്ടാണ് ഉള്ളത്. സൗജന്യം എന്ന് പറഞ്ഞാൽ 60% കേന്ദ്ര സർക്കാർ, 40% സംസ്ഥാന സർക്കാർ. ഇവിടെ കൊടുക്കുന്ന യന്ത്രം ഞാൻ നിങ്ങളെ കാണിക്കുക. 37,000 രൂപയാണ് അതിന് വില വരുന്നത്. അതിൻ്റെ ഗുണം 2 വേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും. വീട്ടില് സെൽഫോണിൽ കൂടെ ഇപ്പോഴെങ്ങനെയാണ് ആ സെൽഫോണിന്റെ റേഞ്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് നിങ്ങൾ എത്ര പൊക്കോളൂ, ഏത് ആഴക്കടലിൽ പൊക്കോളൂ ഇവരെ ബന്ധപ്പെടുത്താൻ സാധിക്കും. കാരണം സാറ്റലൈറ്റുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ അവരെവിടെയുണ്ടെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെടാം, അവർക്ക് തിരിച്ചും ബന്ധപ്പെടാം മെസ്സേജിലൂടെ. അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരെ ആവശ്യമാണെങ്കിൽ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാൻ സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനമുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കും. ഇപ്പോഴത്തെ പോലെയല്ല, മുൻകൂട്ടി അറിയിക്കും. അതിനുള്ള സംവിധാനം അതിൻ്റെ അകത്തുണ്ട്. മാത്രമല്ല അവരുടെ ബോട്ടിൻ്റെ അടുത്ത് എവിടെയാണ് മത്സ്യങ്ങൾ കൂടുതലുള്ളത്, പൊട്ടൻഷ്യൽ ഫിഷിംഗ് ഏരിയ എന്ന് പറയും, അത് ഈ ട്രാൻസ്പോണ്ടർ കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് മുഴുവൻ ഇപ്പോൾ 1 ലക്ഷം ആണ് ഇന്ത്യയിൽ, 6,000 കേരളത്തിൽ, 5,000 വിതരണം ചെയ്ത് കഴിഞ്ഞു. മാർച്ച് മാസത്തിന് മുമ്പ് 6,000 ബോട്ടുകളിൽ ഈ ട്രാൻസ്പോണ്ടറുകൾ അത് സ്ഥാപിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന ഈ വില്ലേജുകളിൽ ആ ട്രാൻസ്പോണ്ടറിന് കൊടുക്കുന്നത് പോലെയുള്ള സംവിധാനം അവിടെ സ്ഥാപിക്കും. അതിൻ്റെ യന്ത്രം സ്ഥാപിക്കും. കാലാവസ്ഥയെ പോലെയുള്ള കാര്യങ്ങൾ കിട്ടും. ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഇതിലേക്ക് പോകുന്നത്, ആഴക്കടലിലേക്ക് പോകുന്നത്, അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. മാത്രമല്ല നമ്മൾ മാർക്കറ്റുകൾ, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മാർക്കറ്റുകൾ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം ആലുവയിലെ ഒരു മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം നടത്തി. 50 കോടി രൂപയാണ് അതിൻ്റെ ചെലവ്. 60% കേന്ദ്ര സർക്കാരിൻ്റെയാണ്. കോഴിക്കോട് അതുപോലെ തന്നെ മാർക്കറ്റ് വരികയാണ്. മുഴുവൻ ക്ലീൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരിക്കും. അവിടെ വന്നു കഴിഞ്ഞാൽ മത്സ്യത്തിൻ്റെ ഗന്ധം പോലും ഉണ്ടാവില്ല. ആ രീതിയിൽ നല്ല രീതിയിൽ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു മാർക്കറ്റായിരിക്കും അവിടെ ഉണ്ടാവുക. അതിൻ്റെ അകത്ത് എല്ലാ പ്രക്രിയയും നടക്കും. അത് കഴുകും, വൃത്തിയാക്കും, അതുപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യും, അവിടെ പാക്കറ്റ് ചെയ്യും, അവിടെ നിന്ന് കിയോസ്കുകളിൽ വിൽക്കാനുള്ള സംവിധാനവും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റുകൾ ഇതെല്ലാം ഈ ഭാവിയിൽ വരുന്ന മാറ്റത്തിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ എല്ലാം തന്നെ ഇനി വരാൻ പോകുന്നത് കർഷകരിലേക്ക്. മാത്രമല്ല ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 38,572 കോടിയാണ് ഈ സെക്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറയുകയുണ്ടായി, IT സെക്ടർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വളരുന്നത് ഈ രംഗമാണ്, ഫിഷറീസ് രംഗമാണ്. 9% വളർച്ച. 9% വളർച്ച. ഞാൻ വീണ്ടും പറയുന്നു, അത് നിങ്ങളുടെ അധ്വാനമാണ്. ജനങ്ങളുടെ അധ്വാനം കൊണ്ടാണ് അത് സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വളർച്ചയ്ക്ക് ഇനിയും നമ്മൾ ആക്കം കൂട്ടണം. മാത്രമല്ല കേരള ഗവൺമെന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. 1347.55 കോടിയാണ് PMFSYയിൽ നിന്ന് കേരള ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്നത്. തമിഴ്നാടിന് 1100 കോടിയും. സാധാരണ രീതിയിൽ എല്ലാ മത്സരത്തിലും തമിഴ്നാടാണ് മുന്നിൽ പോകുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ കേരള സർക്കാരാണ് ഫണ്ട് ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫിഷറീസ് രംഗത്ത് നമുക്കറിയാമല്ലോ, നമ്മൾ മുന്നേറുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ എന്തിനാണ് ഇത് കൂട്ടുന്നത്? നമ്മൾ സാമ്പത്തികമായിട്ട് ഇന്ന് നമ്മൾ ലോകത്തിലെ 4ാമത്തെ സ്ഥാനത്താണ്. അത് നമ്മൾ 3ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ആ അവസരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വികസിക്കേണ്ടിയിരിക്കും. പക്ഷേ വലിയ മഹാശക്തികളെ നമ്മളെ തകർക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അവർ ചില നിബന്ധനകൾ വെക്കുന്നു. എന്താണ് നിബന്ധനകൾ? പരസ്യമായിട്ട് പറയുന്ന ഒന്നുമല്ല നിബന്ധന. അവർ പറയുന്നത് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം.
ഇറക്കുമതി ചെയ്താൽ നമ്മുടെ കാർഷിക മേഖല തകരും, സാമ്പത്തികമായിട്ട് നമ്മൾ തകരും, സാമ്പത്തികമായിട്ട് അവർ കൂടുതൽ വളരും. മറ്റൊന്ന് പറയുന്നത് നമ്മുടെ ക്ഷീര ഉൽപ്പന്നങ്ങൾ, അവരുടെ ക്ഷീര ഉൽപ്പന്നങ്ങൾ ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നാണ്. ലോകത്തിലെ 1-ാം സ്ഥാനത്താണ് ക്ഷീര ഉൽപാദനത്തിന്റെ കാര്യത്തിൽ. 2022 മുതൽ നമ്മൾ ലോകത്തിലെ 1-ാമത്തെ പ്രൊഡ്യൂസറായിട്ട് മാറിയിരിക്കുകയാണ്. ആ രാജ്യത്തേക്ക് അവരുടെ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ആ മേഖല തകരും, സാമ്പത്തികമായിട്ട് തകരും. മറ്റൊന്നവർ ആവശ്യപ്പെടുന്നത് അവരുടെ മത്സ്യ ഉൽപ്പന്നങ്ങൾ ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അതിനും നമ്മൾ സമ്മതിച്ചിട്ടില്ല. ആ അവസരത്തിലാണ് ഇതൊന്നുമല്ലാത്ത ഏതാണ്ട് ആഗോള കാര്യങ്ങൾ പറയുന്നത്. ആഗോള കാര്യങ്ങൾ പറയുകയാണ്. ഇതിന് നമ്മൾ സമ്മതിക്കാത്തത് കൊണ്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സമ്മതിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് കൂടുതൽ നമുക്ക് വളരാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഈ ഫിഷറീസ് രംഗം. അത് കൂടുതലായിട്ട് വളരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാം. ഇപ്പൊ ഈ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാം. അവർക്കുള്ള സഹായം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കൂടെ കൊടുക്കും. അതുപോലെ KCC-കൾ, കിസാൻ ക്രെഡിറ്റ് കാർഡ് ഈ മത്സ്യപ്രവർത്തകർ കൊടുക്കുന്നുണ്ട്. അതിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ എല്ലാ രംഗത്തും ഒരു വികസനത്തിൻ്റെതായിട്ടുള്ള മുന്നേറ്റമാണ്. അത് നമ്മുടെ ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ ഇറക്കുമതിയുടെയൊക്കെ കാര്യത്തിൽ വൻ ശക്തികൾ പറയുന്ന അവസരത്തിൽ ഭാരതത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. ഒരവസരം പോലും ഉണ്ടായിട്ടില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആഭ്യന്തര ഐക്യമുള്ള ഒരു രാജ്യമായിട്ട് ഭാരതം മാറിയിരിക്കുന്നു. നമുക്കറിയാം, സിന്ധൂറിന്റെ കാലഘട്ടത്തില്, ആ യുദ്ധത്തിന്റെ കാലഘട്ടത്തില് ജവാന്മാരാണ് യുദ്ധം ചെയ്തത്. രാഷ്ട്രീയ നേതാക്കന്മാരല്ല യുദ്ധം ചെയ്യുന്നത്, ജവാന്മാരാണ് യുദ്ധം ചെയ്തത്. ആ ജവാന്മാർക്ക് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് അവര് പിന്തുണ കൊടുക്കുകയാണ് ഉണ്ടായത്. ഈ ഐക്യം വേറൊരു രാജ്യത്തിൽ ലോകത്തിപ്പോൾ കാണുന്നില്ല. അതുപോലെ തന്നെ വിദേശത്ത് പോയി നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ പോയി ആ അവസരത്തിൽ പോയിട്ട് അവർ വാദിച്ചത് രാജ്യത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഐക്യം തീർച്ചയായിട്ടും നമ്മുടെ ഈ പുരോഗതിയുടെ ഒരടിസ്ഥാനമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ നമ്മുടെ ഫിഷറീസ് രംഗത്തും ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരും, ഞാൻ വീണ്ടും പറയുന്നു, എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങളിലൂടെ നടക്കുകയുള്ളൂ, ഈ രജിസ്റ്റർ ചെയ്യുന്നവരിലൂടെ നടക്കുകയുള്ളൂ. നിങ്ങളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൂടെ ആയിരിക്കും നടക്കുന്നത്, FFPA-യിലൂടെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കണം, സ്റ്റേറ്റ് സർക്കാർ സഹായിക്കും. FFPA-കൾ ഉണ്ടാക്കണം, കേന്ദ്രത്തിലെ സംവിധാനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വെസൽസ്, അതുപോലെ തന്നെ കപ്പലുകൾ, അതിനുള്ള നമ്മുടെ അടിസ്ഥാന വികസനം എല്ലാം വേണം. ആ രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി 2047 ഭാരതം ഒരു വികസിത രാജ്യമാകണം. 1947 മുതൽ നമ്മുടെ തലമുറകളുടെ അധ്വാനത്തിന്റെ സാക്ഷാത്കാരമാണത്. നമ്മൾ 4-3 ഭാഗങ്ങൾ കടന്നിട്ടുള്ളൂ. ഇനിയും കൊണ്ട് 10-25 വർഷം നമ്മുടെയൊക്കെ മക്കളുടെ മക്കളോ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ മക്കളോ ആയിരിക്കും അന്നത്തെ ന്യൂ ജനറേഷൻ. അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ആ ഒരു വികസിത രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല എങ്കിൽ അവർക്ക് സാധിക്കണം. ഇന്നത്തെ ചെറുപ്പക്കാർ ഒരുപക്ഷെ വിദേശത്ത് പോകുന്നതിന്റെ ഒരു കാരണം അതായിരിക്കും, വികസിതമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് നമ്മൾ വികസിക്കുന്നത്? ഞാൻ പറഞ്ഞു 4-ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞു. അത് ആധുനികമായിട്ടുള്ള ലിബറലൈസേഷൻ, സാങ്കേതിക സാമ്പത്തിക രീതി അനുസരിച്ച് അത് സർക്കാരിലേക്ക് വന്നിട്ടുണ്ട്. അത് ജനങ്ങളിൽ എത്തണം. ഇന്ന് രാജ്യത്തിന് സ്വത്തുണ്ട്, പക്ഷെ ഓരോ വീടും വികസിക്കണം, ഓരോ വ്യക്തിയുടെയും വരുമാനം വർദ്ധിക്കണം. നമ്മൾ മറികടന്നതൊന്ന് ബ്രിട്ടനെയാണ്. അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം നമ്മളെ കഴിഞ്ഞും കൂടുതലാണ്. രണ്ടാമത് നമ്മൾ മറികടന്നത് ജപ്പാനെയാണ്.
ഇപ്പൊ മറ്റു രാജ്യങ്ങൾ പറയുന്നത് ഇന്ത്യ 4ാം സ്ഥാനത്തെത്തിയെങ്കിലും അവരുടെ കുടുംബ വരുമാനം കുറവാണ്. അതാണ് നമുക്കൊരു കുറവ്. അപ്പൊ അതുകൊണ്ട് ഈ സ്കീമുകളെല്ലാം ഉപയോഗിച്ചിട്ട് ഓരോ കുടുംബത്തിന്റെയും വരുമാനം വർദ്ധിപ്പിക്കണം, ഓരോ വ്യക്തിയുടെയും വരുമാനം വർദ്ധിപ്പിക്കണം. എന്നിട്ട് കുടുംബ സാഹചര്യം, നിങ്ങളുടെ വീടിന്റെ സാഹചര്യം വർദ്ധിപ്പിക്കണം. ഓരോ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കുന്ന അവസരത്തിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ വാങ്ങിക്കണം. പണ്ടത്തെ പോലെ ബ്രാൻഡല്ല, ഇന്ത്യക്കാരന്റെ അല്പമെങ്കിലും ആ വിയർപ്പ് പൊടിഞ്ഞ ഒരു ഉൽപ്പന്നമായിരിക്കണം വാങ്ങിക്കേണ്ടത്. കാരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും, അവരിവിടെ കൊണ്ടുവന്നിട്ട് ഉൽപ്പാദിപ്പിക്കട്ടെ, നമ്മളത് വാങ്ങിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓരോ കുടുംബത്തിന്റെയും ഓരോ സാഹചര്യം കിട്ടുന്നതനുസരിച്ച് അത് മിച്ചം വെച്ചിട്ട് അത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന്, കുട്ടികളെ പഠിപ്പിക്കുന്നതിന്, അത് ആധുനിക ലോകത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തുവെങ്കിൽ, നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മുടെ ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഒന്നും അറിയാൻ മേലാത്ത നല്ലതേക്ക് ഉദ്ദേശിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് നിങ്ങൾ ട്രെയിനിങ് കൊടുത്തുവെങ്കിൽ, കാരണം ആധുനിക ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ആധുനിക ഭാരതത്തിന് വേണ്ടി, വികസിത ഭാരതത്തിന് വേണ്ടി നിങ്ങളുടെ സംഭാവന ചെയ്തു എന്നാണ്. ഇത് പറയുന്ന അവസരത്തിൽ ഞാനൊരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മറ്റൊരു മിനിസ്ട്രിയുടെ കീഴിലെ ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ കീഴിൽ ഇപ്പോൾ ട്രെയിനിങ് കോഴ്സുകൾ തുടങ്ങുന്നുണ്ട്. കോട്ടയത്തെ IIT-യിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന കോഴ്സാണ് തുടങ്ങിയിരിക്കുന്നത്. സൗജന്യമായിട്ടാണ്, സ്റ്റൈഫൻഡും കിട്ടും. അത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കും കിട്ടും, ഭൂരിപക്ഷ വിദ്യാർത്ഥികൾക്കും കിട്ടും. 25% വരെയും ഭൂരിപക്ഷ വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പോൾ ഏതാണ്ട് എല്ലാ സമുദായത്തിനും ഒരുപോലെയുണ്ട്. എന്താണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്? സാധാരണ ജോലി ചെയ്യാൻ പോകുന്ന സ്ത്രീകൾ ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിക്കുന്നത്, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന് സംശയമില്ല. ചിലർ വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്യും, അടുത്ത വീട്ടുകാരോടൊക്കെ വിളിച്ചു. അപ്പൊ അത് ഈ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ എല്ലാ വസ്തുക്കളുമായിട്ട് ഇന്റർനെറ്റിലൂടെ കണക്ട് ചെയ്യുക. അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ റിമോട്ട് പോലെയുള്ള സാധനം, അതുകൊണ്ട് ഈ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാനും ഓണാക്കാനും, ഫ്രിഡ്ജ് ഓഫ് ആക്കാൻ പറ്റും, ഓണാക്കാൻ പറ്റും. അങ്ങനെ എല്ലാ വസ്തുക്കളുമായിട്ട് കണക്റ്റഡാണ്. ഇനി ആരെങ്കിലും കഥക് തുറന്നാൽ അപ്പോഴേ ഇവൻ സിഗ്നൽ തരും, അവിടെ കഥക് മുട്ടുന്നു, തുറക്കുന്നു, ആക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് 6 മാസം കഴിഞ്ഞാൽ ജനറലാകും, എല്ലായിടത്തും വരും. അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കുന്ന കുട്ടിക്ക് അവന് സ്റ്റാർട്ടപ്പ് തുടങ്ങാം, ഇവന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കും. ആദ്യം രംഗത്ത് വരുന്നവർക്ക് അവന് പിന്നെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അപ്പൊ അത് കോട്ടയത്തെ IIIT-യിൽ തുടങ്ങിയിരിക്കും. അതുപോലെ CMFRI നമ്മുടെ വിഴിഞ്ഞത്ത് മത്സ്യസംബന്ധമായിട്ടുള്ള എല്ലാ ആധുനിക സാങ്കേതിക വിദ്യയെ പറ്റി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് സൗജന്യമായിട്ടാണ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റൈഫൻഡ് കൊടുക്കും. പാലക്കാട്ടെ നമ്മുടെ IIT-യിൽ ചെറുപ്പക്കാരൻ്റെ ഒരു സ്വപ്നമാണ് ഷിപ്സ് ഡിസൈനിങ്, അതവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് കുട്ടികൾ എത്ര വരെയാണ് പഠിച്ചതെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 12 കഴിഞ്ഞാലൊക്കെ ഈ മോഡേൺ വേൾഡിന് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ മോഡേൺ വേൾഡിന്, അല്ലെ വികസിത ഭാരതത്തിന് വേണ്ടി തയ്യാറാക്കിയാൽ ആ വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ സംഭാവന നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഈ രീതിയിൽ നമ്മൾ വളരണം. ഓരോ കുടുംബത്തിന്റെയും ഓരോ വ്യക്തിയുടെയും വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊക്കെ സർക്കാരിൻ്റെ കയ്യിലുള്ള ഈ ഏതാണ്ടൊരു സ്വർണം നമ്മൾ ഒരു ഗോളമാക്കി വെച്ചാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് ഇപ്പോഴത്തെ GDP ഇത് സ്വത്തെന്ന് പറയും. അത് ഉരുക്കിയിട്ട് ഓരോ വ്യക്തികളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും എത്തിക്കുന്ന പരിപാടിയാണ് ഈ രജിസ്ട്രേഷനും. അതുപോലെ തന്നെ ഓരോ സ്കീമുകളും, ഞാനിവിടെ പറഞ്ഞ ഒത്തിരി സ്കീമുകളുണ്ട്. ഇവിടെ പ്രസംഗിച്ചവർ 2 പേരും പറഞ്ഞു, ഉദ്യോഗസ്ഥർ പറഞ്ഞു, ആ സ്കീമുകളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ കുടുംബത്തിന്റെ, പണ്ട് പറയുമായിരുന്നു
ജനങ്ങൾ പണിയെടുത്തിട്ട് രാജ്യത്തിന്റെ സ്വത്ത് വർദ്ധിപ്പിക്കണമെന്ന്. ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് രാജ്യത്തിന് സ്വത്തുണ്ട്. ഓരോ കുടുംബത്തിന്റെയും സ്വത്ത്, ഓരോ വ്യക്തിയുടെയും വരുമാനം അത് വർദ്ധിപ്പിക്കണം. അങ്ങനെയാണ് എങ്കിൽ മാത്രമേ ഉള്ളൂ ഓരോ കുടുംബവും വികസിത കുടുംബമായെങ്കിൽ മാത്രമേ 2047 2050 നമ്മുടെ രാജ്യം വികസിത രാജ്യമായിട്ട് മാറുകയുള്ളൂ. ഇപ്പൊ തീർച്ചയായിട്ടും സാധാരണ പറയാറുണ്ട് ഈ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. അതിന്റെ ആദ്യത്തെ മൂന്നും എല്ലാവരും പറയും. അവസാനത്തിലാണ് എല്ലാവരുടെയും അധ്വാനം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഓരോ പൈസയും മിച്ചം വെച്ചുകൊണ്ട് ഓരോ കുടുംബവും വികസിക്കുന്നതിനുള്ള സംവിധാനം, കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം. അതിൻ്റെ ഒരു ആദ്യത്തെ പടിയാണ് ഈ രജിസ്ട്രേഷൻ. ഈ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ നിങ്ങൾ അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടും നിങ്ങളുടെ അടുത്ത തലമുറയോടും നിങ്ങൾ തീർച്ചയായിട്ടും വലിയധികം ഒരു ദ്രോഹമായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് അറിയാവുന്നവരോടെല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ പറയണം. ഇപ്പൊ തീർച്ചയായിട്ടും മത്സ്യപ്രവർത്തകരെ മാത്രമേ രജിസ്റ്റർ ചെയ്യുള്ളൂ, യാതൊരു സംശയമില്ല. പക്ഷെ ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും രംഗത്ത് വരും, അത് ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് എല്ലാ മത്സ്യപ്രവർത്തകരും ഇവിടെ വന്നിരിക്കുന്നവര് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടേ പോകാവൂ. സർട്ടിഫിക്കറ്റ് കിട്ടും, അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അതൊരു ഐഡന്റിഫിക്കേഷൻ കാർഡാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡാണ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി. വീണ്ടും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.